അന്തരിച്ച പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന് മലയാളത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം ജന്മനാടായ ചേന്നമംഗലത്തെ തറവാട് വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം. 3:30 പാല്യത്തെ തറവാട്ട് വളപ്പിൽ സംസ്കാരം നടക്കും. വലിയ ജനപ്രവാഹമായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തെ വീട്ടിലായാലും പൊതുദർശനത്തിന് വെച്ച തൃശ്ശൂർ റീജിയണൽ അക്കാദമി ഹാളിലായാലും ഒക്കെ എത്തിയിരുന്നത്. അത്തരത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം ഒന്നാകെ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇരിങ്ങാലക്കുടയിലുള്ള നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹം പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ പറവൂരിലെ അദ്ദേഹത്തിൻ്റെ തറവാട്ട് വസതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഒരു നാട് മുഴുവൻ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. സങ്കടകരമായ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് മലയാളമെല്ലാം പോകുന്നത്. സാംസ്കാരിക കേരളമെല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് സംസ്കാരം. ചടങ്ങുകൾക്കൊക്കെയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെ? വിനിഷ, ഏറെ ദുഃഖത്തോടുകൂടിയാണ് മലയാളികൾ ഈ ഒരു ദിവസം ഇന്നലെയും ഇന്നുമൊക്കെ അനുഭവിക്കുന്ന ഒരു മനോവ്യഥ അവരെ അലട്ടിയിട്ടുണ്ട്. ഒട്ടേറെ പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇരിങ്ങാലക്കുടയിലെ പൊതുദർശനത്തിന് ശേഷമാണ് പറവൂരിലുള്ള തറവാട്ടിലേക്ക് കൊണ്ടുവന്നത്. പറവൂരിലെ പാലിയം കോവിലകത്താണ് നമ്മൾ. പാലിയം കോവിലകത്തിന് സമീപത്താണ് നമ്മളുള്ളത്. സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്നതിന് ഇടതുവശത്താണ് ഈ പാലിയം കോവിലകത്തിൻ്റെ പുരയിടത്തിനോട് ചേർന്ന് ഇതിന് സമീപത്ത് തന്നെ പിതൃക്കളിലെ പൂർവികരെ സംസ്കരിച്ച സ്ഥലമാണ്. സംസ്കാരത്തിന് വേണ്ടി പ്രത്യേകമായി മതിൽ കെട്ടി തിരിച്ചിട്ടുള്ളൊരു ഭാഗമാണിത്. അതിനുള്ളിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ പാലിയം കോവിലകത്ത് ഇപ്പോൾ കോവിലകത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിട്ടുണ്ട്. ബന്ധുക്കളും ഏറെ അടുപ്പമുള്ളവരും മന്ത്രിമാരുൾപ്പെടെയുള്ളവരും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പേർ ഈ കോവിലകത്തിൻ്റെ മുറ്റത്തും തടിച്ചുകൂടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഏറെ വേദനയോടുകൂടി, ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വിയോഗമായിരുന്നു പി ജയചന്ദ്രൻ്റേത്. ഒട്ടേറെ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച, അതും ഭാവഗായകനെന്ന് മലയാളി തന്നെ ചാർത്തി കൊടുത്തൊരു പേരായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അത്രയും ഓരോ വിരഹവും പ്രണയവും എല്ലാം അതേ ഭാവത്തിൽ തന്നെ ജനങ്ങൾക്ക് പകർന്നു നൽകിയ, അല്ലെങ്കിൽ കേൾവിക്കാരന് പകർന്നു നൽകിയ ഒരു ആലാപന ശൈലി, അത്തരമൊരു ആലാപന ശൈലിയുടെ ഉടമയായിരുന്നു. അങ്ങനെ ഇത്ര വേഗം അദ്ദേഹം യാത്രയാകുമെന്നൊരു മലയാള ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാരും കരുതിയിരുന്നില്ല. ഈ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ മലയാളി സമൂഹമാകെ തന്നെ അത്തരമൊരു വേദന, അതിൽ നിന്ന് മുക്തി നേടുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇവിടെ അന്ത്യയാത്ര ഒരുങ്ങുകയാണ്. ഇവിടെ ചിതയൊരുക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. പാമ്പാടി അയ്യൂർമഠം അധികൃതരുടെ നേതൃത്വത്തിലാണ് ഇവിടെ സംസ്കാര ചടങ്ങിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബാരിക്കേഡ് കെട്ടിത്തിരിച്ച ഈ ഒരു ഭാഗത്ത്, ഇതിനുള്ളിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിന് ചുറ്റും ഉച്ച കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിന് അന്ത്യയാത്ര അർപ്പിക്കാനായി എത്തുന്നവരുടെ എല്ലാം ഒരു തിരക്കായിരിക്കും. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സംസ്കാര നടത്തുന്നതിനുള്ള ഈ ഒരു ഭാഗമുണ്ട്. ഇതിനെ വേർതിരിച്ച ഒരു പിതൃക്കൾക്ക് സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഭാഗമാണ്. അതിന് പുറത്ത്, ഇതിൻ്റെ ഗേറ്റിന് പുറത്തായി അപ്പുറത്താണ് കോവിലകം. ആ കോവിലകത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് ജനങ്ങൾ ഒട്ടനവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മന്ത്രിമാർ എത്തിയിരുന്നു. മന്ത്രി സജി ചെറിയാൻ എത്തിയിരുന്നു. പ്രൊഫസർ KV തോമസ് എത്തിയിരുന്നു. അതിനു മുൻപ് മന്ത്രി MP രാജേഷ് എത്തിയിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാനായി. ഇനിയും ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കും. ഒട്ടേറെ പേർ നാട്ടിലുള്ളവരും അതെ ദൂരെ എത്തുന്നവരുമെല്ലാം, കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലേക്ക് എത്താൻ കഴിയാതെ പോയ ഒരുപാട് പേർ ഇന്ന് പറവൂർ ചേന്നമംഗലത്തുള്ള ഈ പാലിയം കോവിലകത്തേക്ക് എത്തുന്നുണ്ട്. ഈ പാലിയം കോവിലകത്തിൻ്റെ മുറ്റത്ത് തിങ്ങി നിറഞ്ഞ ജനമുണ്ട്. ഇപ്പുറത്ത് പിതൃസ്മൃതി എന്ന വേർതിരിച്ചിരുന്ന ഭാഗം, ക്രിമേഷന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഭാഗമാണ്. ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുക. നേരത്തെ 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സംസ്കാര ചടങ്ങ് അല്പം കൂടി നേരത്തെ ആക്കാനുള്ളൊരു ആലോചനയുണ്ട്. അത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയുമല്ല, ഇനി ഇവിടെ ഒട്ടേറെ പേർ എത്താനുണ്ട്. പക്ഷേ ദൂരെ നിന്ന് എത്താനുള്ള ആളുകൾ അധികം ഇല്ല എന്നതുകൊണ്ടാണ് സമയം നേരത്തെ ആക്കാനുള്ളൊരു ആലോചനയുണ്ട് എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകും. പോലീസ് സേനയുടെ നേതൃത്വത്തിലുള്ളൊരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. അതിനുശേഷമാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതുവരെ നമുക്കിപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് നേരത്തെ നിശ്ചയിച്ചിരുന്ന ആ ഒരു 3:30 മണി എന്നതിൽ നിന്ന്
കുറേ കൂടി നേരത്തെ ആകും. ഒരു പക്ഷേ 12 മണിയുടെ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞാൽ ഉടനെ സംസ്കാര ചടങ്ങിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനിഷ. ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകി വരുന്നത്. പി ജയചന്ദ്രന് യാത്രാമൊഴി ഏകാനൊരുങ്ങുകയാണ് മലയാളം. അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും പൊതുദർശനം അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയാണ് പറഞ്ഞത്. അതിലും നേരത്തെ തന്നെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടത്താനാണ് നിലവിലുള്ള ഒരു ക്രമീകരണം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സംസ്ഥാനത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തെ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും മൃതദേഹം ഇന്ന് അല്പസമയം മുൻപാണ് പറവൂരിലുള്ള ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട് വീട്ടിൽ എത്തിച്ചത്. പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ അങ്ങനെ യാത്രയാവുകയാണ്. യാത്രാമൊഴി ഏകാൻ മലയാളക്കര ഒരുങ്ങുന്ന ക്രമീകരണം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.